വടക്കന്തറ താമരക്കുളം അയ്യപ്പ ക്ഷേത്രത്തിലെ വർഷങ്ങളായിട്ട് നടക്കുന്ന ധനുപ്പത്ത് ശ്രീ ശബരിമല അയ്യപ്പ ക്ഷേത്രം താമരക്കുളത്തിലെ ആ പുരാതന കാലം മുതൽ വളരെ ആചാരാനുഷ്ഠാനങ്ങളോട് നടക്കുന്ന അയ്യപ്പ വിളക്ക് മഹോത്സവമാണ്. ഏതാണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള ശാസ്താരം എന്ന നാമകരണത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിലൂടെ സാംസ്കാരിക രംഗത്ത് അവാർഡുകൾ ഉൾപ്പെടെയുള്ളത് ഉൾപ്പെടുത്തി വർഷങ്ങൾ തോറും ഈ താമരക്കുളം പ്രദേശത്തെ നിവാസികളെല്ലാവരും കൂടെ ചേർന്ന് വളരെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അയ്യപ്പൻ്റെ നാമധേയത്തിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്കെല്ലാം ഭക്തന്മാർക്കെല്ലാം തന്നെ വളരെ അയ്യപ്പൻ്റെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിൽ നിരവധി പേരുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും നിരവധി കലാകാരന്മാർക്ക് ആ കല ഇന്ന് സമൂഹത്തിൽ നമ്മുടെ കയ്യിൽ നിന്നും കലകൾ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ സമീപകാലത്ത് തന്നെ കേരളത്തിൽ പരമ്പരാഗതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഉത്സവങ്ങൾ, പ്രത്യേകിച്ച് എഴുന്നള്ളിപ്പും അതുപോലെ വെടിക്കെട്ടുമൊക്കെ എനിക്ക് തോന്നുന്നു ജനസാന്ദ്രത അനുസരിച്ചുള്ള ഒരു പ്രശ്നമാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ നിയമങ്ങളെല്ലാം കർശനമാക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ജുഡീഷ്യറി ആയാലും ആ നിയമസംഹിതയായാലും ഇതിനകത്ത് ജീവിതമുണ്ട് എന്നുള്ളൊരു കാര്യം പരിശോധിക്കേണ്ട വളരെ അത്യാവശ്യ ഘട്ടത്തിലാണ്. കാരണം ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഇപ്പം നമുക്ക് കാണാം, ഈ കലാകാരന്മാർ തന്നെ നമ്മൾ ഈ ഒരു വെയിലത്തും അതുപോലെ തന്നെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ഉത്സവ സാഹചര്യങ്ങളെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ ആ കല മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ടാണ് അവർ ആ ഉത്സവ രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ പരമ്പരാഗതമായി നടക്കുന്ന എല്ലാ ഉത്സവങ്ങളും അതിന് ജാതിഭേദമില്ലാതെ എല്ലാ അനുഷ്ഠാനങ്ങളോട് നടക്കുന്ന ആ ഉത്സവങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാംസ്കാരിക രംഗത്തുള്ളവരുടെ പ്രവർത്തനമാണ് നടക്കുന്നത്. ആ പ്രവർത്തനം ഊർജിതമാക്കണമെങ്കിൽ ഈ പറയുന്നത് പോലെ നമുക്ക് ജീവിക്കാനുള്ള രീതിയിലുള്ള നിയമ കാര്യങ്ങളൊക്കെ തന്നെ നടക്കേണ്ടതുണ്ട്. ഈ ഒരു അവസരത്തിൽ പറയുന്നതൊന്നും വിചാരിക്കേണ്ട. ഇപ്പം 10 മണി കഴിഞ്ഞാൽ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് സമാധാനമായി ഒരു പരിപാടി നടത്താനുള്ള അവസരമില്ല. പക്ഷെ അതേസമയം കേരളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കലോത്സവങ്ങളും അതുപോലുള്ളതൊക്കെ ഇളവുകൾ നൽകാറുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം എല്ലാം സർക്കാർ മുഖവിലേക്ക് എടുത്തുകൊണ്ട് കേരളമായാലും കേന്ദ്രമായാലും ഈ പറയുന്ന 10 മണിക്ക് ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം അവസാനിപ്പിക്കണം എന്ന് പറയുന്നതിന് പകരം നമ്മളെല്ലാവരും ആ നിയമത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഈ കലാകാരന്മാർക്കും അതുപോലെ തന്നെ ഗായകരായാലും എല്ലാം, കലാകാരൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഉത്സവങ്ങളെല്ലാം മറ്റുള്ളവർക്ക് സന്തോഷഭരിതമാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യത്തിൽ ചില ഇളവുകളെല്ലാം നൽകിക്കൊണ്ട് ആ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ആ പരിപാടികളും ജീവിതങ്ങളും നമുക്ക് കാലങ്ങളോട് നടന്നു കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നുള്ളത് ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. എൻ്റെ പേര് ഗോകുൽദാസ് എന്നാണ്. ഞാൻ ഓൾ ഇന്ത്യ വീരശൈവസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ പാലക്കാട് സ്വദേശിയാണ്, പ്രത്യേകിച്ച് താമരക്കുളം സ്വദേശിയാണ്. ഞങ്ങളുടെ ഉത്സവത്തിന് ശേഷാദ്രി സാറ് രാവിലെ മുതൽ ആ ഉത്സവങ്ങളിലെ ഓരോ ക്ലിപ്പുകളും ഈ സമൂഹത്തിൽ എല്ലാവർക്കും കാണുന്നതിന് വേണ്ടിയുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ വളരെ ഞാൻ ഈ നാട്ടുകാരൻ നിലയ്ക്കും ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അംഗം എന്ന നിലയ്ക്കും ഈ ഉത്സവ പ്രേമി എന്ന നിലയ്ക്കും അയ്യപ്പൻ്റെ അനുഗ്രഹം താങ്കൾക്കുണ്ടാവട്ടെ. എല്ലാ വർഷവും താങ്കൾ ഇവിടെ വന്ന് ഈ ഉത്സവങ്ങളെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിന് കാണിക്കത്തക്ക രീതിയിൽ ആ കാര്യത്തിന് വേണ്ടി താങ്കളുടെ സാന്നിധ്യം എന്നും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേക്ക് 1000 നന്ദി രേഖപ്പെടുത്തുന്നു.